2017 മറ്റോ ആണ് ഗോകുലം ചിറ്റ് ഫണ്ട്സിൻ്റെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നത്. അന്ന് ആദ്യം റെയ്ഡ് നടക്കുന്നത് ഇൻകം ടാക്സുകാരാണ്. ഇൻകം ടാക്സുകാർ റെയ്ഡ് വന്നു. തൊട്ടനാടിൻ്റെ ഫെമ വയലേഷൻ കണ്ടെത്തിയെന്നുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറും റെയ്ഡ് നടത്തി. അപ്പോൾ ആ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 വർഷമായി. 8 വർഷത്തിന് ശേഷം വീണ്ടും റെയ്ഡ് നടക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം അന്ന് കണ്ടെത്തിയ ഫെമ വയലേഷനിൽ എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു ഡാറ്റയും അവൈലബിൾ അല്ല. ED അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഗോകുലം ഗോപാലനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഫെമ വയലേഷൻ എന്ന് പറഞ്ഞ ഒരു ക്രിമിനൽ കുറ്റമല്ല, അതൊരു സിവിൽ കുറ്റമാണ്. ഫെമ വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ കൂടിപ്പോയാൽ ഗോകുലം ഗോപാലൻ ഫൈൻ അടച്ച് ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാം. നമുക്കറിയില്ല, അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല. ഇപ്പോൾ സെയിം കുറ്റം പറഞ്ഞിട്ടാണ്, ഫെമ വയലേഷൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ED റെയ്ഡ് നടക്കുന്നത്. EDക്ക് ഇപ്പോൾ തോന്നുവാണ് ഗോകുലം ഗോപാലൻ ഫെമ വയലേഷൻ നടത്തിയെന്ന് തോന്നിയാൽ അയാളുടെ വീട്ടിലോ ഓഫീസിലോ സ്ഥാപനങ്ങളിലോ റെയ്ഡ് നടത്തുന്നതിന് സമ്പൂർണ്ണ അധികാരമുള്ളൊരു ഏജൻസിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അധികാരങ്ങളുള്ള ഏജൻസിയാണ്. അതൊരു എന്താ പറയുക, ഒരു പകുതി കോടതി കൂടിയാണ്. അതായത് പകുതി കോടതിയുടെ അധികാരമുള്ള ഒരു കേന്ദ്ര ഏജൻസിയാണ്. മറ്റൊരു ഏജൻസിക്കും അങ്ങനെ അധികാരങ്ങളില്ല. കോടതിയുടെ അധികാരം എന്ന് പറഞ്ഞാൽ തെളിവ് ഹാജരാക്കേണ്ട ചുമതല ED കുറ്റം ആരോപിക്കുന്നവർക്കാണ്, അല്ലെങ്കിൽ EDക്കൊന്നും കണ്ടെത്തേണ്ടതില്ല. ഇപ്പോൾ ED ഒരാൾക്കെതിരെ കേസെടുക്കുകയാണ്, ഞങ്ങൾക്ക് ഇന്ന സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ സംശയിക്കരുത് സാർ എന്ന് പറഞ്ഞ് തിരികെ തെളിവ് കൊടുക്കേണ്ട ബാധ്യത ആരുടെ പേരിലാണ്? കുറ്റാരോപിതൻ്റെ പേരിലാണ്. അതുകൊണ്ടാണ് അതിനൊരു പകുതി കോടതിയുടെ അധികാരമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഗോകുലം ഗോപാലൻ പറയുകയാണ്, ഞാൻ ഫെമ വയലേഷൻ നടത്തിയിട്ടില്ല, എങ്കിൽ നിങ്ങൾ തെളിയിക്കൂ എന്ന് ഗോകുലം ഗോപാലനോട് പറയും. ഗോകുലം ഗോപാലൻ അതിൻ്റെ പുറകെ വരും. അതുകൊണ്ടാണ് ED കേസുകൾ, ഇപ്പോൾ ED കേസുകൾ, EDയെ പറ്റിയുള്ള ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ED എടുക്കുന്ന കേസുകളൊന്നും കോടതിയിൽ തെളിയിക്കപ്പെടുന്നില്ല, കൺവിക്ഷൻ റേറ്റ് കുറവാണ് എന്നാണ് അവർക്കെതിരുള്ള ആരോപണം. പക്ഷേ ഒരു ED കേസ് ഇറ്റ്സെൽഫ് തന്നെ ഒരു ശിക്ഷയാണ്, പണിഷ്മെൻ്റായി മാറുകയാണ് കുറ്റാരോപിതന്. അതാണ് EDയുടെ ഒരു പ്രശ്നമായി വിമർശകർ ഉയർത്തിക്കാട്ടുന്നൊരു കാര്യം. അപ്പോൾ ഗോകുലം ചിറ്റ്സ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ചിട്ടി കമ്പനിയാണ്. ആ ചിട്ടി കമ്പനി ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ആണ്. അപ്പോൾ ഒരു ഗോകുലത്തിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും നാളെ ED റെയ്ഡ് ചെയ്യാണെന്നിരിക്കട്ടെ, അത് അവരുടെ ഗുഡ് വില്ലിനെ വലിയ തോതിൽ ബാധിക്കും. കാരണം ചിട്ടി കമ്പനികൾ പൂട്ടുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ചിട്ടി കമ്പനികൾ പൂട്ടുക? ചിട്ടി നിക്ഷേപിച്ച തുക തിരികെ കിട്ടിയേക്കില്ല എന്നൊരു റൂമർ പരന്നാൽ മതി, പിറ്റേ ദിവസം മുതൽ നിക്ഷേപകർ അവരുടെ ഓഫീസിൽ പോയി നിൽക്കും, ആ ചിട്ടി കമ്പനി പൂട്ടും. അപ്പോൾ ED നാളെ മുതൽ ഈ ചിട്ടി കമ്പനികൾ ഇവരുടെ ബ്രാഞ്ചുകൾ മുഴുവൻ റെയ്ഡ് നടത്താന്നിരിക്കട്ടെ, ഗോകുലം ചിറ്റ് ഫണ്ട്സ് പൊട്ടിപ്പോവും. കാരണം അത്ര ദുർബലമാണ് അതിൻ്റെ ഘടന. അതിന് മുമ്പ് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഗോകുലം ഗോപാലിനെ സംബന്ധിച്ച് വലിയ ക്രൈസിസാണിത്. ഇപ്പോൾ 1000 കോടിയുടെ ഫെമ വയലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും 1000 കോടി രൂപയുടെ എന്തോ കള്ളപ്പണം ഗോകുലം ഗോപാലൻ ചിട്ടി കൊണ്ടുവന്ന് വെച്ചേക്കാണ്, അപ്പോൾ കള്ളപ്പണം പിടിക്കുകയാണ്. ഇത് കള്ളപ്പണം പിടിക്കാനുള്ള റെയ്ഡല്ല, ഫെമ വയലേഷനാണ്. ഫെമ വയലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പ്രവാസികളായ ധാരാളം ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അവരൊക്കെ സമ്പാദിക്കുന്ന തുക എന്ത് ചെയ്യും? ചിട്ടിയിൽ നിക്ഷേപിക്കും. അത് ചിലപ്പോൾ ഗോകുലം ചിറ്റ്സിലായിരിക്കും, ചിലപ്പോൾ KSFയിലായിരിക്കും. വിദേശത്ത് നിന്ന് അയക്കുന്ന പണത്തിന് ചില റെഗുലേഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ചില നിയമങ്ങളുണ്ട്, എങ്ങനെ അയക്കണം, എവിടെ സൂക്ഷിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഇപ്പോൾ ഗോകുലം ഗോപാലൻ നിക്ഷേപം സ്വീകരിച്ചു, പ്രവാസികളിൽ നിന്ന് മറ്റോ നിക്ഷേപം സ്വീകരിച്ചു, അതിൽ എന്തെങ്കിലും ക്രമക്കേട് ആരോപിക്കുകയാണ് ED ചെയ്യുന്നത്, തെളിയിക്കുകയല്ല, ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു ക്രമക്കേടും ചെയ്തിട്ടില്ല സർ എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇപ്പോൾ ഗോകുലം ഗോപാലിൻ്റെ കയ്യിലാണ്. രണ്ടാമത് ഇതിൻ്റെ ടൈമിംഗ് ആണ്. സൈഫ് സൂചിപ്പിച്ചതുപോലെ എമ്പുരാൻ സിനിമ 27-ാം തീയതിയാണ് ഇറങ്ങിയത്, ഇന്ന് 4-ാം തീയതിയാണ്. അപ്പോൾ സിനിമ ഇറങ്ങി ഇത്ര ദിവസത്തിനുള്ളിൽ EDയുടെ റെയ്ഡ് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഗോകുലം ഗോപാലൻ ഉൾപ്പെടെ ഈ സിനിമയ്ക്കെതിരെ നിരവധി പരാതികൾ ഓൾറെഡി പോയിട്ടുണ്ട്. ഈ സൈബർ സംഖ്യകൾ എന്നറിയപ്പെടുന്ന ആളുകൾ അത് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. മോഹൻലാലിൻ്റെ കേണൽ പദവി, എന്താ കേണലല്ലേ, ലെഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണം, പൃഥ്വിരാജിൻ്റെ ബന്ധം അന്വേഷിക്കണം. ഏത് ബന്ധം? ജോർഡനിൽ പോയപ്പോൾ അദ്ദേഹം IS ഭീകരവുമായി ബന്ധപ്പെട്ടത് അന്വേഷിക്കണം. അത് അന്വേഷിക്കാനാണ് ഇനി NIA ആണ് വരേണ്ടത് പൃഥ്വിരാജിനെതിരെ. മറ്റൊന്ന് ഗോകുലം ഗോപാലിന് എതിരെയും എല്ലാവർക്കെതിരെയും പരാതി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ് ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളിൽ നിന്ന് വരികയാണ് ഇത്തരം റെയ്ഡുകൾ കാണുമ്പോൾ. രണ്ടാമത്തെ കാര്യം, ഇതുകൊണ്ട് ഭയപ്പെടുത്താൻ പറ്റുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഭയപ്പെടുത്താൻ, ഡിസ്റപ്റ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ എമ്പുരാൻ എന്നൊരു സിനിമ എന്തിനാണ് ഗോകുലം ഗോപാലൻ പിടിച്ചത്, നമ്മൾ മുമ്പ് അത് ഡിസ്കസ് ചെയ്തതാണ്. അത് എത്രമാത്രം റിസ്ക്കിയാണ് പൃഥ്വിരാജിനെ സംബന്ധിച്ചും മോഹൻലാലിനെ സംബന്ധിച്ചും ഗോകുലം ഗോപാലിനെ സംബന്ധിച്ചും എത്ര റിസ്ക്കിയാണ് ആ സിനിമ പുറത്തിറക്കിയത് എന്നുള്ളത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. എത്രമാത്രം സാമൂഹികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്, എത്രമാത്രം അധിക്ഷേപങ്ങൾ ഓൺലൈനായും ഓഫ്ലൈനായും അവർ കേട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇവരെല്ലാം ആക്ച്വലി ബിസിനസ്സാണല്ലോ. ഇപ്പോൾ മോഹൻലാലാകട്ടെ സിനിമാഭിനയം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനി കൂടി, ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്നത് മോഹൻലാലിന് കൂടി പങ്കാളിത്തമുള്ളതാണെന്നാണ് പൊതുവയ്പ്പ്. അപ്പോൾ അവർ കൂടി പങ്കാളിത്തമുള്ളൊരു സിനിമാ കമ്പനിയാണ് സിനിമ എടുത്തത്. ഗോകുലം ഗോപാലനാവട്ടെ ഈ പറഞ്ഞ ചിട്ടിയോ സിനിമയോ മാത്രമല്ല,
ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹോട്ടലുകൾ അദ്ദേഹം ഉടമയാണ്. തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടൽ അദ്ദേഹം വാങ്ങിക്കഴിഞ്ഞു. കൊച്ചിയിലെ ഹോളിഡേ ഇൻ അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട്ടാകട്ടെ, കോഴിക്കോട് ഗോകുലം മാളിനോട് ചേർന്ന് തന്നെ അദ്ദേഹം ഗോകുലം ഗാലറിയ എന്ന മറ്റേ പേരിൽ പുതിയ ഹോട്ടൽ തുടങ്ങി. അപ്പോൾ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അപ്പോൾ ഈ ഡിസ്റപ്ഷൻ അവരുടെ ബിസിനസ്സിനെ എല്ലാം ബാധിക്കും, സ്വാഭാവികം ബാധിക്കും. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ 2017 നടന്നിട്ടുള്ള ഇ ഡി റെയ്ഡിന് 8 വർഷം കാത്തിരുന്ന് ഇപ്പോൾ ഈ സമയം തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് ചോദ്യമുണ്ട്. അതിനുള്ള കോമൺ സെൻസിനുള്ള മറുപടി ഇതൊരു റിട്ടാലിയേറ്ററി റെയ്ഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു തിരിച്ചടി ഗോകുലം ഗോപാലിനും എമ്പുരാൻ സിനിമയ്ക്ക് നൽകാൻ വേണ്ടിയുള്ള റെയ്ഡെന്ന് സ്വാഭാവികമായി ഊഹിക്കാം. അതർവൈസ് ഗോകുലം ഗോപാലൻ ചെയ്ത തെറ്റെന്താണ് എന്ന് ഇ ഡി കണ്ടെത്തി നമ്മുടെ മുമ്പിൽ പറയണം. അല്ലെങ്കിൽ ഈ ഇ ഡി റെയ്ഡ് തന്നെ ഇ ഡി കേസല്ല, അതുകൂടി ശ്രദ്ധിക്കണം. ഇ ഡി കേസെടുക്കുകയല്ല ചെയ്തിട്ടുള്ള ഇ ഡി റെയ്ഡ് മാത്രമാണ്. ഇ ഡിക്ക് സംശയം തോന്നി, അവിടെ എന്തുകൊണ്ടെന്ന് തോന്നി കയറി പരിശോധിക്കുന്നു, മാധ്യമങ്ങളോട് പറയുന്നു ഫെമ വയലേഷനാണെന്ന് പറയുന്നു, വിശദീകരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു എന്താണ് പൊളിറ്റിക്കൽ വെൻഡേറ്റ എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യത്തിന് വേണ്ടി കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗമെന്ന് നമുക്ക് നിശ്ചയമായും പറയാം. പക്ഷേ ഇതുകൊണ്ട് എമ്പുരാൻ എന്തെങ്കിലും ആ സിനിമയ്ക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ചോ? ഇല്ല. എമ്പുരാൻ എന്ന സിനിമ അതിൻ്റെ ചരിത്രപരമായ നിയോഗം നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു ജനത വിസ്മൃതിയിലേക്ക് പോയ ഒരു കാര്യത്തെ വീണ്ടും അതിൻ്റെ ശവക്കുഴി തോണ്ടി പുറത്തേക്കിട്ടു. ജനം അതിൻ്റെ റീപോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ തുക അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ട് അത് സാർത്ഥകമായിട്ടുണ്ട്. ആ സിനിമയുടെ നിയോഗം പൂർത്തിയായിട്ടുണ്ട് എന്തായാലും. ഇനി അത് ബിസിനസ് എന്ന നിലയിൽ കച്ചവടം നടത്തിയെന്ന് ചോദിച്ചാൽ ആ സിനിമ 200 കോടി കവിഞ്ഞു എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. ഇപ്പോൾ എത്ര കളക്ട് ചെയ്യണമെന്ന് അറിയില്ല. അതിൻ്റെ ഒരു ഗ്രോസ് കളക്ഷൻ എത്ര ഉണ്ടാവും എന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി വരാൻ പോകുന്ന സാറ്റലൈറ്റ് OTT അതൊക്കെ വെച്ചിട്ട് മൊത്തം എത്ര കളക്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും അത് ലാഭമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്ന് മാത്രവുമല്ല, മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കളക്ഷൻ ആയി അത് മാറിക്കഴിഞ്ഞു. ഓൾറെഡി മഞ്ഞുമൽ ബോയ്സിനേക്കാൾ കൂടുതൽ കളക്ട് ചെയ്തൊരു സിനിമയായി മാറിക്കഴിഞ്ഞു. ഇനി ഇ ഡിക്ക് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ഇനി ഈ പറയുന്ന ആ സിനിമയുടെ ശത്രുക്കൾ ചെയ്യാൻ കഴിയുക ഇങ്ങനെയുള്ള ഡിസ്റപ്ഷൻസ് ഉണ്ടാക്കുക, അവരുടെ പ്രതിച്ഛായയെ ബിസിനസ്സിനെ തകർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.